നീയുള്ള കാണുന്ന രക്ഷയുടെ കൈശക്തി ഇതാ ആർത്തടങ്ങുന്ന തിരമാലയെപ്പോലെ എസ് എഫ് ഐയുടെ പ്രവർത്തകരാണ് ഈ ആർ ഡി ഓഫീസിന്റെ മുന്നിലേക്ക് അലവരിച്ചെത്തിയിരിക്കുകയാണ്. കേരളീയ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ തെറ്റായ വിദ്യാഭ്യാസ നയത്തിനെതിരായി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് SFIയുടെ സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ 36 അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന ഉജ്ജ്വലമായ വിദ്യാർത്ഥി മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാർച്ചിന് ആധാരമായ മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് SFIയുടെ നേതാക്കൾ ഇവിടെ കുറെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതിനു വേണ്ടി സമാനതകളില്ലാത്ത വിദ്യാർത്ഥി വിരുദ്ധവും വിദ്യാഭ്യാസ വിരുദ്ധവുമായിട്ടുള്ള നയങ്ങളുമായിട്ടാണ് കേരളത്തിലെ UDF ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ വികസനത്തിനും കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിക്കുമെല്ലാം അടിസ്ഥാനമിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. കേരളത്തിൽ ലോകത്തിന്റെ വിസ്മയമായി എടുത്തുയർത്തപ്പെടുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം കൂടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കേരളത്തിനകത്തെ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള വിദ്യാഭ്യാസം വിതരണം ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു നാടായി കേരളം മാറി. 5 വയസ്സ് പൂർത്തിയായ മുഴുവൻ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കുന്ന നിലയിൽ ആർത്തുല്ലസിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി കേരളത്തിന്റെ തെരുവീതികളിലൂടെ സ്കൂളുകളിലേക്ക് പുസ്തകക്കെട്ടുകളും ചുറ്റുപാത്രങ്ങളുമായി ആർത്തുല്ലസിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് എന്നും മലയാളികളുടെ പ്രഭാതങ്ങൾ വരുന്നത്. ആ കാഴ്ച മലയാളിക്ക് മാത്രം സ്വന്തമായി അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു മഹാസൗഭാഗ്യമാണ്. കാരണം കേരളത്തിൽ സൗജന്യമായ വിദ്യാഭ്യാസം കിട്ടുന്നു. ഹയർ സെക്കൻഡറി തലം വരെ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ അവന്റെ കഴിവും യോഗ്യതയും മെറിറ്റുമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം കേരളത്തിലുണ്ടായിരുന്നു. ആ സാമൂഹ്യനീതിയും അവസര സമത്വവും സംവരണാനുകൂല്യങ്ങളും എല്ലാം തകർക്കുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നട്ടല് തകർക്കുന്ന കച്ചവട വിദ്യാഭ്യാസ നയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന UDF ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഗവൺമെന്റ് ലാഭകരമല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 12,000-ഓളം വരുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 5,000-ലധികം വരുന്ന സ്ഥാപനങ്ങൾ അൺഎക്കണോമിക് ലാഭകരമല്ല എന്നാണ് ഗവൺമെന്റിന്റെ കണ്ടെത്തൽ. അങ്ങനെ അടച്ചുപൂട്ടൽ ഭീഷണിയെ നേരിടുന്ന ആയിരക്കണക്കിന് വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു വശത്ത് തകർച്ചയെ നേരിടുന്ന അവസരത്തിലാണ് ഈ ഗവൺമെന്റ് മറുഭാഗത്ത് അൺഎയ്ഡഡ് മേഖലയിൽ ഇഷ്ടംപോലെ സ്കൂളുകൾക്ക് NOC കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നു. എന്തുകൊണ്ടാണ് അൺഎക്കണോമിക്കായി മാറുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ? അതിന്റെ കാരണം വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നു. ആ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുമ്പോൾ മറുഭാഗത്ത് അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും സ്വകാര്യ സ്വാശ്രയ കോളേജുകളും സ്കൂളുകളും എല്ലാം ആരംഭിച്ചാൽ എങ്ങനെ വിദ്യാർത്ഥികളുടെ എണ്ണം പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും? അപ്പൊ സർക്കാരിന്റെ നയം വളരെ സുവ്യക്തമാണ്. കേരളത്തിന്റെ നട്ടെല്ലായി മാറിയ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാളിതുവരെ നമുക്ക് നടത്തേണ്ടി വന്ന അല്ലെങ്കിൽ നാം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടത്തിന്റെ എല്ലാം ഭാഗമായി പടുത്തുയർത്തപ്പെട്ട കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കുക എന്നത് സർക്കാരിന്റെ അജണ്ടയാണ്. അത് ഈ ഗവൺമെന്റിന്റെ നവലപ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന നയസമീപനങ്ങളാണ് എന്ന് നമ്മൾ കാണുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സ്വകാര്യ സ്വാശ്രയ കച്ചവട സ്ഥാപനങ്ങളിൽ ഇഷ്ടംപോലെ NOC കൊടുക്കുന്നു. അവിടങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും മാനേജ്മെന്റിന് കൊടുക്കുന്ന തക്ക നിലയിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റ് ആവിഷ്കരിക്കുകയാണ്. അവിടെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ, അവിടെ ഫീസ് നിശ്ചയിക്കാൻ, അവിടെ എല്ലാ തരത്തിലും അത് നിയന്ത്രിക്കാൻ കഴിയുന്ന നിലയിൽ സർക്കാരിന്റെ ഇടപെടലും നിയമ സംവിധാനത്തിന്റെ ഇടപെടലും എത്രത്തോളം കുറച്ചുകൊണ്ടുവരാൻ വേണ്ടി കഴിയുമോ അത്രത്തോളം സ്വകാര്യ സ്വാശ്രയ മാനേജ്മെന്റുകളെ സഹായിക്കുന്ന നിലപാടുകൾ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നു. മാത്രമല്ല, ഇപ്പോ ഇന്നത്തെ പത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, കേരളത്തിലെ ഒരു 6 വരുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപന എയ്ഡഡ് കോളേജുകൾക്ക് ഓട്ടോണമസ് പദവി കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. എയ്ഡഡ് കോളേജുകൾക്ക് ഓട്ടോണമസ് പദവി കൊടുക്കുന്നു. അതിന്റെ ആദ്യപടി എന്ന നിലയിൽ ആ എയ്ഡഡ് കോളേജുകൾക്ക് ആവശ്യമായിട്ട് സാമ്പത്തിക സഹായം കൊടുക്കും എന്നാണ്. അതിന്റെ പശ്ചാത്തല സൗകര്യം, അതിന്റെ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടെല്ലാം ആവശ്യമായിട്ട് സഹായം കൊടുക്കും. അങ്ങനെ കോളേജുകൾ, സർക്കാർ കോളേജുകൾക്കും എയ്ഡഡ് പദവി കൊടുക്കുന്നതിന് വേണ്ടിയ തീരുമാനം ഗവൺമെന്റ്
ആ രീതിയിലേക്കാണ് ഗവൺമെന്റ് നയം പോയിക്കൊണ്ടിരിക്കുന്നത്. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാട് ഇതാ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ്, ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം.